പല രാജ്യങ്ങളും ഭരണഘടനയെ മാറ്റിയെഴുതിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിലാണ് ധനമന്ത്രിയുടെ പരാമർശം. നെഹ്റുവിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് നിർമ്മല സീതാരാമൻ ഉന്നയിച്ചിരിക്കുന്നത്. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനുണ്ട്. സിബി, ഈ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഭരണപക്ഷ എംപിമാരുടെ നിലപാട് ചർച്ചയിൽ? അല്ല, എന്തായാലും രാജ്യസഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആദ്യം സംസാരിച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. അവർ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ ഭരണഘടനയെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെ നിരവധി തവണ അട്ടിമറിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് വീണ്ടും BJP അംഗങ്ങൾ ആവർത്തിക്കുന്നത്. നെഹ്റു കുടുംബത്തിൽ തന്നെ നെഹ്റു കോൺഗ്രസുമാണ് ഇത്തരത്തിൽ ഭരണഘടനയെ അട്ടിമറിച്ചത്. അത് കൂടാതെ പല രാജ്യങ്ങളും ഭരണഘടന മാറ്റി എഴുതുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും നമ്മുടെ ഭരണഘടന കാലാതീതമായി നിൽക്കുന്നുവെന്നും നിർമ്മല സീതാരാമൻ പറയുന്നു. കൂടുതലായും കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചർച്ച. ഇപ്പോൾ നിർമ്മല സീതാരാമൻ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലമല്ല നിലയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെതിരെ വളരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് നടത്തുന്നത്. ഈ ഭരണഘടനയെ പൂർണ്ണമായും നിരവധി കാലങ്ങളായി ഈ നെഹ്റു കുടുംബം ഭരിക്കുന്ന കാലത്താണ് അട്ടിമറിക്കപ്പെട്ടതെന്നും സ്ത്രീകൾക്കടക്കം വനിതാ സംവരണം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് അടക്കം വനിതാ സംവരണം നൽകുന്ന എല്ലാ നിലയും നെഹ്റു അടക്കം ഉള്ളവർ അതിനെ പിന്തുണച്ചിരുന്നില്ല എന്നെല്ലാ നിലയും ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. എന്നാലും BJP ഭരണഘടനയുടെ ഒരു സംരക്ഷകരായി മാറി എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ നടത്തുന്നത്. എന്തായാലും ഈ ഭരണഘടനാ ചർച്ച എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും എതിരായുള്ള ഒരു വലിയ ആയുധമാക്കിക്കൊണ്ട് ഇപ്പോൾ നിർമ്മല സീതാരാമൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.